കഴിയാത്ത ഇട്ട് വരും നമുക്ക് വെക്കാം എന്താ ഫോൺ അതെ സുസറിയ അടുത്തേക്ക് വിഷമിക്കുന്നു. എല്ലാം ദൈവനിശ്ചയമാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ മീൻസിന്റെ അപ്പച്ചനും ഇതിന് വരുന്നു. അത് വേണമെങ്കിൽ കുറച്ചു നേരം കാക്കാം. എന്താ നീ ചെല്ലപ്പോ സ്വന്തം മോനെയോ ഭാര്യയോ തിരിഞ്ഞു വെക്കാത്ത അപ്പച്ചനോ അഞ്ചനോ പാത്രം അതോ ഉപയോഗിച്ചു ഇല്ലേ? പിന്നെ വല്ല പ്ലാൻ കൊടുത്തു. ഞാൻ തമ്മിൽ ഫോൺ ചെയ്ത് പറഞ്ഞു വരണമെന്ന് വെച്ചാൽ 2 തവണ വന്നിട്ട് വന്ന സമയങ്ങൾ ഇനിയിപ്പോ എന്താ ചെയ്യുക? കാത്തില്ലെങ്കിൽ അതും ഇങ്ങനെ റിസ്ക് ചെയ്യും. ആദ്യം കുറ്റം പറയാൻ കിട്ടുന്നത് പുരോഗമനം. ആരും അച്ഛനും പോലും കുറ്റവും പറയട്ടെ. സംസ്കാരം നടത്തട്ടെ. മേലോട്ടക്കാരിൽ ഇത് എന്താ കാര്യമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം. 3 ദിവസവും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ ശവമാണ്. ആ ശരി.
വേണ്ട പോലെ അത് അതിന്റെ തുടക്കം 3 ദിവസം കഴിഞ്ഞതാണ്. വച്ചതോ അതോ വാങ്ങണോ? വാങ്ങുക. പിന്നെ കുറെ ആൾട്ടർനേറ്റീവ്സ് വരുത്തി. ഇത് എത്രയൊക്കെ? 4. തോട്ടം ഒരു 4-5 കിലോമീറ്റർ അകലെയല്ലേ? അതെ. അതെത്രയൊക്കെ? അത് കൃത്യമായിട്ടറിയില്ല. ട്യൂഷനോട് ചോദിക്കണം. എപ്പോഴാണ് പോയിട്ട്? 300 കിലോമീറ്റർ ഉണ്ട്. അവിടെ കൂടുതലും റബ്ബറാണല്ലേ? എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നീ അവിടെ പോയിട്ടില്ലേ? ഉണ്ട്. അവിടെ കൂടുതലും കാപ്പി കിട്ടുന്നത്. കാപ്പി എടുത്തിട്ടുണ്ട്. ഡേവിഡ് ഇന്നൊരു സംശയം പറഞ്ഞു. സംശയം എന്ന് പറയുമ്പോ അത് വേറൊരു സംശയമാണെന്ന് കുട്ടിക്കോ? ദേവസ്വട്ടി അങ്ങനെ കണ്ടവാരം കുടിക്കുന്ന ആൾ പറ്റല്ല. ഓ, വല്ലപ്പോഴും ഇത്തിരി. അതും നല്ല കമ്പനി കിട്ടിയ. ഞാനാ ഇവിടുത്തെ കമ്പനി. 2 അല്ലെങ്കിൽ 3. പട്ടണത്തിൽ പോയാലും അതിന് നേരെ പോകാറില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു അപകടം ഉണ്ടാകാൻ മാത്രം ഓവറാകാറില്ല. എന്തെങ്കിലും പറയുമ്പോൾ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം ദൈവനിശ്ചയം. ഇനി നിനക്ക് ധൈര്യമാണ് വേണ്ടത്. ഈ കണ്ട സ്വത്തിക്കളും പറത്തു മുട്ടാത്ത ഈ കുഞ്ഞു അതിന്റെ ജീവിതം ശരിക്ക് തുടങ്ങുന്നത് ഇന്ന്. പേടിച്ചിട്ടും ഭയന്നിട്ടും ഒരു കാര്യവും എന്നത്തേക്ക് തോട്ടത്തിന്റെ കാര്യം വീട്ടിൽ എങ്ങനെയെങ്കിലും നോക്കാം. ഇവിടെ തന്നെ ആകണം. മംഗലാപുരത്തെ എക്സ്പോർട്ട് ഓഫീസിന്റെ കാര്യം എനിക്കൊന്നും അറിയില്ല. ആ മാനേജർ ഒന്ന് കൃഷ്ണൻ കൊള്ളാം. പിന്നെ വിലക്കൊക്കെ സൂചന പോകുന്ന നോക്കട്ടെ. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് കൂടെ ഒന്ന് പോകാതിരിക്കുക. ഞങ്ങളുടെ ബിസിനസ്സും അവിടെ തന്നെ ആണല്ലോ. 2 കൂടെ ഒന്നാക്കുകയോ അല്ലെങ്കിൽ 2ആയിട്ട് നിർത്തി ദൈവത്തിന് മേൽനോട്ടം കൊടുക്കുകയോ. പക്ഷെ അത് നീ ഒഴിഞ്ഞു കാണാൻ ഒത്തുവര. നീ സ്വന്തം എന്താവട്ടെ. എല്ലാ കുടുംബങ്ങളും ഉണ്ടാവും കുറെ സൗന്ദര്യപ്പിണക്കങ്ങൾ. എനിക്ക് നിന്നെപ്പോലെ തന്നെയാ ഈ കൊച്ച്. ഇപ്പൊ നിന്നെപ്പോലെയല്ല, നിനക്ക് മേലുക. അല്ല, ആലോചിച്ചിട്ട് മതി. നിങ്ങൾ മംഗലാപുരത്ത് വരുമ്പോ അറിയിച്ചാൽ മതി. നമുക്ക് സംസാരിക്കാം. മോനെ മോനെ നീ വല്യപ്പറ്റനോട് മംഗലാപുരത്ത് വരുന്നുണ്ടോ? നിനക്കുള്ള കൂട്ടമല്ലോ. അവിടെ വല്യപ്പറ്റനുണ്ട്, ഡേവിഡലുണ്ട്. എന്താ മോൻ വരുന്നോ? കൊച്ചു തള്ളൻ. എന്നാ വലിയ കൊച്ചു പോട്ടെ. ഞാൻ അകത്ത് വെച്ചൊരു സംശയം പറഞ്ഞില്ലേ? എന്റെ അല്ല, ഇവന്റെ സംശയം.
ഒരു അപകടം ഉണ്ടാകത്തക്ക നിലയിൽ കണ്ടവാനം കുടിക്കാത്ത ഒരാള് അന്ന് കുടിച്ചിരിക്കുന്നു, അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിനെ വേറൊരു താങ്ങണം. ജെയിംസ് കുട്ടിക്ക് വല്ല ശത്രുക്കൾ ഉണ്ടായിരുന്നു? എന്റെ അറിവില്ല. അല്ല, എന്നാൽ അങ്ങനെ പറഞ്ഞല്ല. ഇത് വല്ലവരും അപകടപ്പെടുത്തുകയാണെങ്കിൽ ആ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തുമല്ലോ. പ്രത്യേകിച്ച് നീ മുന്നിൽ ഒറ്റയ്ക്കായ സ്ഥിതിക്ക്. വേണ്ട, വേണ്ട ആവശ്യമില്ല. സൂസന്നയുടെ വീട്ടുകാരെന്ന് പറയുമ്പോ അച്ഛനമ്മയില്ലേ അറിയാം. അകന്ന ബന്ധത്തിൽ ആരെങ്കിലും ഒരു നിലയിലായപ്പോ അന്വേഷിച്ചിരുന്ന ആരെങ്കിലും സഹായത്തിന്? ഇല്ല, ഒന്നും അറിയില്ല. ആ, ഏതായാലും അവിടെ വെച്ച് സംസാരിക്കാം. വലിയ പരിചയമെങ്കിലും തന്നെ കണ്ടപ്പോ ഒരു തറവാടിക്കൊണ്ട് എനിക്ക് തോന്നും. അതാ എനിക്ക് ഇവിടെ അവതരിച്ചുകൊണ്ട് ധൈര്യം. എന്നത്തെ പോട്ടെ. എനിക്കെന്തോ ഭയം തോന്നിച്ചായ. അങ്ങനെ അവനൊരു സംശയം പറഞ്ഞു പോലെ. അതില്ല, എനിക്കൊന്നും ഒരു സംശയമില്ല. എനിക്ക് വേറെന്തൊക്കെയും തോന്നുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല. എനിക്ക് ഇങ്ങോട്ട് അയക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നീ അങ്ങോട്ട് വരണ്ടെന്നോ അവളെ ഇങ്ങോട്ട് അയക്കില്ലെന്നോ ഞാൻ പറഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവൾ അവിടെ കിടക്കില്ല. പോട്ടെ. ഉണ്ണികൃഷ്ണൻ, ട്യൂഷനിലേക്ക് ബിസിനസ് കാര്യങ്ങളിലൊന്നും വലിയ പരിചയമില്ല. ഉണ്ണികൃഷ്ണൻ വേണം എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ. ശരി സാർ. ട്യൂഷനിൽ എന്നും ഇവിടെ ഓഫീസിൽ വരേണ്ട കാര്യമുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ വരികയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ വരികയോ അല്ലേ? ആ, ഉണ്ണികൃഷ്ണൻ ഏതായാലും ആഴ്ചയിൽ ഒരിക്കൽ അങ്ങോട്ട് വരേണ്ടി വരും. നോക്കാൻ അറിയാവുന്ന ഉടമ എന്നും ഉണ്ടാകേണ്ട ഒരു സമയമാണിത്. കാരണം ജെയിംസ് സാറിന് ഇത്രയും വർഷത്തെ അധ്വാന ഫലം ശരിക്കും അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. ബിസിനസിന് ഏറ്റവും ഫ്ലറിഷിംഗ് ടൈം. എന്നെ കൊണ്ട് ആവുന്ന ഞാൻ ചെയ്യാം. കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു. വരാൻ പറയൂ. അതൊക്കെ ചെയ്താൽ പറഞ്ഞു. മാനേജർ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ ജെയിംസിന്റെ ഫാദറാ. സോറി, മനസ്സിലായില്ല. സൂസന്റെ എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എടാ, നീ എന്നും കോണ്ടാക്ട് എടുക്കണം. ജെയിംസിന്റെ ഇളവിനാ. ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഇവനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ, വേറെ ആയാലും അവർക്ക് വീട്ടിൽ പോയി ഒന്നിരിക്കാം. ആ, എന്നോട് മരുന്നാക്കോ എണീക്കിടി വെച്ചേ. ആ, ഇവിടെ ഡേവിഡേ, ആ കടലാസൊക്കെ വരുന്നുണ്ടോ? ഇപ്പോഴേ ഈ ബാങ്ക് അതുപോലുള്ള കാര്യങ്ങളുടെ പാവപ്പെട്ടവും ഇവരൊന്നും കൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്നും നിനക്കവിടെ നോക്കാൻ പറ്റുമോ? ബിസിനസ് ഒന്നാന്തരമായിട്ട് നടക്കുന്ന സമയമാണ്. പോരാത്തത് നല്ല ഡിമാൻഡും. ഇവന്മാർക്ക് പറ്റിക്കും. തവണ കൂട്ടുന്നതാണ്. മാനേജർമാരെ വിശ്വസിക്കാനേ ഒന്നില്ല. ആ, നീ എവിടെയൊക്കെ സൈൻ ചെയ്യണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇതിപ്പോ എന്താ ഇപ്പൊ ആലോചിക്കാൻ? ഞാൻ ഇത്രയും ദിവസമായിട്ട് ആലോചിക്കായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ടും ഇതേക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? ആലോചിക്കാൻ ഈ പഴയ ആൾക്കാർ വന്ന് അന്വേഷിക്കാവും. ആ, കുറെയൊക്കെ എനിക്ക് അറിയാവുന്ന കുട്ടിക്ക് പക്ഷേ ഒന്നുമില്ലേലും നിനക്കൊരു തണ്ടുണ്ടായിരുന്നു. അയാളുടെ പ്രായമുണ്ട് എനിക്ക്. റെസ്റ്റോറൊന്നും വേണ്ട. പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വിളിക്കാൻ പറ്റിയ സമയമാണ്. പറയട്ടെ, ഞാൻ വിചാരിക്കാനേ നിന്നെ തെരുവ് ഇറക്കാൻ പറ്റും. നീ കൊണ്ടുവന്ന് പൂങ്ങാൻ പറ്റും. തെരുവിൽ എന്തായാലും എന്തിനാ പാവം പറ്റും. ഓ, താരൊക്കെ ഇപ്പോഴത്തെ ആ ഒരു കാര്യം എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവരെ വിളിച്ചത് ഒന്നിച്ചായിരിക്കും. ഇപ്പൊ താരങ്ങൾ പറയുമ്പോൾ അവർക്കെന്താ ഒരു മടുപ്പ്? പവറ പറ്റുന്നത് ഞാൻ അല്ലോമില്ല. ലോണാട്ടുണ്ടല്ലോ. ഞാൻ കൊള്ളാം. ഞാൻ അനാവശ്യം പറയുന്നു. നീ പോകാൻ പറ്റും.
ഡോക്ടർ അമ്മയുടെ വേഗം കൊച്ചുമായി കെട്ടിയവൻ മരിച്ചപ്പോ നാട്ടുകാരെ ഇല്ലാതിരുന്ന ഒരു തന്ത അനിയനും വന്ന് കല്യാണം നടന്നിട്ടില്ല സ്വത്ത് അതിനാണെന്ന് പറഞ്ഞ ദൈവത്തിനും വെച്ച് പുരോഗതി നടത്ത കല്യാണമല്ലേ പഠിക്കുന്നവരെ ഇല്ലെന്ന് പറയുന്നത്. ഒരു കേസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ന്യായം. ഇതിപ്പോ നമ്മുടെ സൈഡില്ല. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതിനിപ്പോ ഇത്ര വെള്ളാനും തോന്നും. ന്യായം നമ്മുടെ സൈഡിലല്ലേ. പിന്നെ കോടതി കയറണം. ഞാൻ ചത്ത് 41 തികയുന്നതിന് മുമ്പ് മരുമഴ വെച്ചവൻ കോടതി കിട്ടുന്നെങ്കിൽ അതൊരു തന്തയാണോ? അങ്ങനെയും ചില തൊണ്ടമാരം ഉണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് കയ്യിൽ കിട്ടിയപ്പോ എന്നെ ഒന്ന് വിട്ടുകൊടുത്തു വെച്ച് ഓർഫനേജിലേക്ക് തിരിച്ചു പോയാറെന്ന് ആലോചിച്ചത് മനസ്സിലപ്പോഴും ഈ സ്വപ്ന സൗകര്യങ്ങൾക്ക് അനുഭവത്തുമ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഇതൊന്നും എന്റേതല്ല, എനിക്കുണ്ടായതിനൊക്കെ യോഗ്യതയല്ല, എനിക്കൊന്നും വേണ്ട. പക്ഷേ ഈ കുഞ്ഞിനൊന്നും അവകാശമല്ലേ? നീ എന്തായി പറയുന്നത്? അവകാശം നിനക്കുണ്ട് കുഞ്ഞുങ്ങളും. ഇത് പാരമ്പര്യ സ്വത്തൊന്നുമല്ല. നീ കാണുന്ന ഓരോന്നും ജയിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇനി പാരമ്പര്യ സ്വത്താണെങ്കിലും ആയിരിക്കും കുഞ്ഞിനും ആ അവകാശം. ആ അവകാശം ഒരു അമ്മായിയപ്പൻ വിചാരിച്ചാലും ഇല്ലാണ്ടാക്കാൻ ഒക്കില്ല. ജെയിംസിന്റെ കൂട്ടുകാരിൽ രാജശേഖരൻ വക്കീലുണ്ടല്ലോ, അയാളെ പോയെന്ന് കാണണം. നാളെ ബാങ്കിൽ നിന്ന് ആള് വരും. നാളെ കഴിഞ്ഞാണെങ്കിൽ എനിക്കും സൗകര്യമായി. അവനെ നീ പോകുമ്പോ അങ്ങോട്ട് വിട്ടേച്ചാ മതി.
കുടുങ്ങിപ്പോയല്ലോ. മരുന്ന് എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ കോടതി പോയി കണ്ടോളാം. സാക്ഷി വിസ്താരം കേട്ടല്ലോ? കേട്ടു. സാക്ഷി പറഞ്ഞതല്ല സത്യമാണോ? അല്ല. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രതിഭാഗം വക്കീൽ എന്തെങ്കിലും പറയാനുണ്ടോ? Yes, proceed. പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാൾക്ക് തിരുവായുള്ള പ്രഭുവിടെ ദുഃഖമായിട്ട് ഒരു പറയാവുന്ന കേസാ. പിന്നെ ഇയാൾ കേസ് എത്തിച്ച് നന്നായി വേണം തന്നെ. എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകളുണ്ട്. യെസ്. പ്രതിഭാഗത്തിൽ ദേവി കേസ് പഠിച്ചിട്ട് വരും. യെസ് യുവർ ഓണർ. ഈ കേസ് അടുത്ത 15-ാം തീയതിക്ക് അവതരിക്കാൻ വെച്ചിരിക്കുന്നു. ആരാ? അത് എന്നെ വണ്ടിയൊന്നും ഓടിക്കലിട്ട് ഞാൻ ആരാണ്? ഇറങ്ങി. ആ എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് അഡ്വക്കേറ്റ് ജോർജ് പോരാ വെട്ടിക്കൽ. ഇതെന്ന് പറയുമ്പോ അതെന്നെ കുടുംബപ്പേര.
ഉപ്പ് വയ്ക്കുന്നതും പോര വയ്ക്കുന്നതൊന്നും എന്നെ വിളിക്കരുത്. നല്ല ഒന്നാം തരം പേരാ ജോർജ്. അതെന്റെ പേര്. പോരെന്നുള്ളതിന്റെ അപ്പനെ വരാം. പക്ഷെ അത് പുതിയ ആളെ തന്നെ വിളിക്കും. അതെന്താന്ന് വെച്ചാല് എന്റെ അപ്പനോടിന്റെ ബഹുമാനം കൊണ്ടൊന്നുമല്ല. കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു റെപ്യൂട്ടഡ് പേഴ്സണുള്ള ഒരുവനെ, അതായത് വർക്കലിനെ പോലെ മാന്യമായ ജോലിയുള്ള ഒരുവനെ പോരാ, മാത്തൻ, പോത്തൻ, കുട്ടപ്പായി എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ വിളിക്കുന്ന ഒരു സാരസ് പ്ലഷറും. അതാണ് എന്റെ കാര്യം. നിങ്ങൾ ഇങ്ങനെ പോര വയ്ക്കുന്ന വിളിച്ചത് അല്ല, നമ്മൾ വല്ലാത്ത സിറ്റുവേഷനിൽ കണ്ടുപിട്ടി. ഇപ്പൊ അത് വിളിയില്ലേ, എപ്പ കാണാൻ എന്ത് വിളിക്കാനല്ലോ. അല്ല, ആരാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? ആരും ഒന്ന് ഫേസ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഫേസ് ചെയ്തോ ഇല്ലയോ അതും എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നി. അവരെ കണ്ടപ്പോ വല്ലാത്ത പേടിയും. വല്ല പ്രശ്നമായില്ലോ. ഇപ്പൊ ഇതിന്റെ പുറകെ ഇന്നത്തെ പരിപാടിയാണെന്ന് പറയുമ്പോ എന്റെ മേടിച്ചു പോയല്ലോ. അവന്മാര് പോയി സാറേ. അല്ല, അത് തരാൻ പോയത് എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ബാലൻസ് തരാനായിരുന്നു സാറിനാണ് അവന്മാര് നടന്നത്. അതിനൊക്കെ സാറ് കണ്ടുപിടിച്ച് പോരേം ചെയ്ത്. അപ്പോഴാണ് എന്നെ കണ്ടുമുട്ടിയത്. അയ്യോ, പ്രശ്നങ്ങൾ ഒക്കെയായിട്ടുള്ള ഓരോ പ്രോബ്ലം എന്ത് ചെയ്യാനാണ്. അല്ല, നിങ്ങൾ എന്തിനാ കോടതികളെത്തി വന്നേ? കാണാമെന്നല്ലോ. ആ പുള്ളി വാങ്ങാൻ പറയാമല്ലോ, ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ശരി പോയെന്ന് വെച്ചാ പോയി സാറേ. പോയി അല്ലെങ്കിൽ പണ്ടത്തെ കാഞ്ഞങ്ങാട് മാറ്റിയപ്പോൾ ഡബിൾ പേയ്മെന്റ് ആവും. തനിക്കും കിട്ടി എനിക്കും കിട്ടി. കുഴപ്പമൊന്നുമില്ല. ആ, ഇതാണ് ഞാൻ പറഞ്ഞത് സാരിസ്റ്റിക് പ്രഷറും. ആ, മറന്നു പോകുന്നു. എന്റെ കാർ ഇല്ലെങ്കിൽ വീട്ടിൽ എന്റെ കാർ നമ്മളങ്ങനെ കാണാമോ? ചേർന്ന് ഭൂഷമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. അഫ്കോഴ്സ് ജെയിംസ് ഉണ്ടായിരുന്നപ്പോ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഫാമിലികൾ ഉണ്ടായിരുന്നു. ഇന്ന് ജെയിംസ് ഇല്ല. ജെയിംസിന്റെ അപ്പനും ഭൂഷണയും തമ്മിൽ സ്വത്ത് സംബന്ധിച്ച തർക്കം. അങ്ങനെയൊക്കെ പറയുന്നു. തർക്കം പറയുമ്പോ അത് എനിക്കൊരു അവകാശപ്പെട്ടല്ലേ, എന്റെ കുട്ടിക്ക് അവകാശപ്പെട്ടല്ലേ. ന്യായമായൊരു കാര്യത്തിനാണ് ഞാൻ വന്നത്. ന്യായത്തെക്കുറിച്ച് വന്യായത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കുട്ടി. ജെയിംസിന്റെ അപ്പനും എന്റെ സുഹൃത്ത് തന്നെയാ. മകൻ മരിച്ച വിഷമത്തിലാ അദ്ദേഹവും. മരണത്തിന്റെ തോടാറ് മുമ്പ് മരവോടും അപ്പനും കൂടി സ്വത്തിന്റെ കാര്യം പറഞ്ഞ് കോടതിയിലെത്തുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെ നിന്ന് എത്തിക്കാതെ രമ്യമായിട്ടൊന്ന് പരിഹരിച്ചുകൂടെ? അദ്ദേഹം വീണത്തിന് പൊരുത്തപ്പെടി തിരിഞ്ഞു നോക്കാതിരുന്നവരെ തീർത്ത് വെക്കുന്നു, കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, അഭിനയിക്കുന്നു. ആ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് വൃത്തിയിട്ട വർത്തമാനങ്ങൾ നിന്നെ കാട്ടുന്നില്ല. ശബ്ദമുണ്ടാക്കാതെ മലയാളത്തിൽ ചിലതൊക്കെ പറയാനുണ്ടാകും കോടതിയിൽ. അത്ര സുഖകരമായിട്ട് നടത്തുന്നവർക്ക് എല്ലാവരും വന്നിരുന്നത് കണ്ടവരില്ല, അറിഞ്ഞവരില്ല. ജെയിംസ് ഉള്ളപ്പോ എന്തെങ്കിലും ആവട്ടെ. ഏത് പള്ളി വെച്ചാ കുട്ടി? ഇതൊക്കെ ആൾക്കാർക്ക് കള്ളം പറയാമെന്നല്ലാതെ ഹോസ്റ്റൽ ഹോം, പോലീസ് സ്റ്റേഷൻ, ഇവിടെയൊക്കെ താഴെ ഇറങ്ങിയതിന്റെ റെക്കോർഡ് ദേഹമുണ്ട്. ഇതൊക്കെ എല്ലാം തെളിയിക്കാൻ പറ്റുമോ? മൂലയാതായിട്ട് വിളിച്ചിരുന്നു നാട്ടുകാരും വീട്ടുകാരും അവർക്ക് ആ ക്രിസ്ത്യൻ ഭാഗം. ഇത് അങ്ങനെയാണ് നമുക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടല്ലേ മറ്റും കാര്യം. ജെയിംസിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പ്ലാനിങ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ സൂസനെ അറസ്റ്റ് ഹോമിനെ ഒരു ബോൺ കേസായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. Hello. You say it's the project. Not because you are rich, because of prayer.
മതി സാറേ. ഇനി എടുത്തരാം. പിന്നെ എടുത്ത് പോണം. ഈ കേസ് നമ്മളാണോ? Can you help me? പക്ഷേ ഇപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ? വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടാവുന്ന ലക്ഷണമില്ല. ഈ കേസിലിപ്പോ ഒരു വാദിഭാഗം മറ്റേ പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വിവാഹം നടന്നിരിക്കുന്നു, അതും പള്ളിയിൽ വെച്ച്. ഇപ്പോ രജിസ്റ്റർ വിവാഹമാണെങ്കിൽ ആണെന്ന് നല്ലതെന്ന് കഴിക്കും, അതിനൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷേ ഇത് റിജിസ്റ്റർ മാരേജ് ആക്ട് പ്രകാരം ഒരു പള്ളിയിൽ വെച്ച് ഒരു പുരോഹിതന്റെ മുമ്പിൽ വെച്ച് സാക്ഷികളുടെ മുമ്പിൽ ചേർന്ന വിവാഹമല്ലേ? അപ്പൊ കഷ്ടാണ് മാരേജ്. അതിപ്പോ തെളിയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ വെറുതെ ഒന്ന് വരുത്തി നോക്കിയതാ. പേടിച്ചാലൊക്കെ പേടിക്കതെന്ന് വിചാരിച്ചാണ്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് പള്ളിയിലൊക്കെ വിവാഹം നടന്നു അവിടെ പോയി വിവാഹ തീയതിയും മറ്റും കാണിക്കുന്ന ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അതിന്റെ കോപ്പി വെച്ച് കോടതിയിൽ ഒരു സക്സഷൻ ഓഫീസ് ഫയൽ ചെയ്യാം. രാജശേഖരൻ മറ്റിലേക്ക് കേസെടുക്കാൻ വരുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ അയാൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഒരു കേസ് എന്റെ ഈ പുരിമാലെ എന്നൊക്കെ വിചാരിച്ചിട്ടാവും. എന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോ വീട്ടിൽ ഞാൻ തന്നെ വാദിക്കണം അല്ലേ? എന്തായാലും ഇല്ല സാറേ. സാറേ ഇതിലും ഭേദം ഇല്ല ഈ പണി കാണാതെ പഠിച്ചും കോപ്പി അടിച്ചും പരീക്ഷ പാസ്സായിട്ട് കാര്യമില്ല സാറേ. മധ്യ വേണം ബുദ്ധി. സാറേ ഇവിടെ പല കാപ്പാടോടും കൂടുന്നുള്ള മോശനായ ഞാൻ ആ രാജശേഖരൻ വക്കീല് ഈ കേസ് കുഴപ്പമില്ലെന്ന് അറിയാമോ? ബുദ്ധിമുട്ടുള്ള കേസാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കാശ് വാങ്ങിക്കാനാ. സാറിന്റെ വർത്തമാനം കേട്ടതൊന്നും ഈ കേസിന് വക്കീലിന്റെ ആവശ്യമില്ലെന്ന്. പിന്നെ നമ്മുടെ ഭാഗത്ത് കണ്ട് കൊച്ചിന് അട്ടാപ്പിച്ചൊന്നും അല്ലടോ. രൂപ 10,000 ഉണ്ട്. 10,000 10,000 നല്ല സാറേ. രൂപ ലക്ഷക്കണക്കിന് നമ്മുടെ പെറ്റിൽ വന്ന് വീണ്ട പോണായത് ദൈവം തന്ന പുസ്തകക്കണക്കിന് രൂപയോ അതിക്കും പണ്ടൊക്കെ ഞാനുണ്ട്. ദൈവബോധം കിട്ടും. അങ്ങനെ ഞാനില്ല. അയ്യോ എന്റെ പൊന്നു സാറേ, ഇതിന് ചതിയും പങ്കനും ഇല്ല. ആ കൊച്ചിന്റെ പഴുതിയും പ്രകടനം കണ്ടിട്ട് നമ്മളെ കഴിഞ്ഞ സ്വത്തും വേണ്ട പുരയും വേണ്ട എല്ലാ അമ്മായിയപ്പൻ എടുത്തോട്ടേന്ന് വരുന്ന പ്രകടനമാണ്. അപ്പോ നമ്മളിടപെട്ട സ്വത്ത് വാങ്ങിക്കൊടുക്കുന്നു, ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. അതിന്റെ വിഹിതം നമുക്ക് കിട്ടുന്നായിരുന്നു. സ്വത്തെന്ന് പറയുമ്പോ 1-2 രൂപയല്ല, ലക്ഷക്കണക്കിന്. എന്റെ ഊഹ ശരിയാണെങ്കിൽ കോടിയുടെ മേലെ പോകുന്ന കളിയാ. ഒരു 2%, 2% നമുക്ക് തരാൻ പറ. വെറും 2%. ഒരു കൂടിയിട്ട് 2% എന്ത് വരും? 2 ലക്ഷം. 2 lakhs. അതെ, ഞാൻ കാണാതെ കിടന്ന ചില ലീഗൽ പ്രശ്നങ്ങളുണ്ട്. അത്ര എളുപ്പത്തിലേക്കാവുന്ന ഒരു കേസല്ലേ. അതാണ് മറ്റേ വക്കീൽ മറ്റുമാണ്. പേടിക്കണ്ട, എന്ത് റിസ്ക് എടുത്തും എന്റെ ജീവൻ പണയം വെച്ചും ഈ കേസ് ഞാൻ വാങ്ങി ചെയ്യിപ്പിക്കാം. പിന്നെ എന്റെ ഫീസിന്റെ കാര്യം അല്ല, പിന്നീട് പ്രശ്നമായിരുന്നു. മൊത്തം സ്വത്തിന്റെ 2% എനിക്കിരുന്നു. 2%. സമ്മതിച്ചു. ഒരാഴ്ചപ്പെടുന്ന അങ്ങനെ ദിവസം മുതൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നു, ഒന്നുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ആ പള്ളിയുടെ അച്ഛനെ ചെന്ന് കാണും. അതിനെ ആ വികാരയുടെ അഡ്രസ്സും തന്നെ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഞാനൊരു കത്ത് കേട്ടു. പരമേശ്വരൻ വയ്ക്കൊരു ചത്തത്തിന് വാമകൃതിയായിട്ട് എന്നെ കൊണ്ട് എനിക്ക് നിന്ന
അല്ല സാറിനുണ്ട് മുമ്പാ കൂട്ടുന്നത് ഇത് സാറിന് പറഞ്ഞ സാന്നിധ്യത്വമാണ്. മാന്യന്മാരായിട്ട് ഇടപെടുമ്പോ എല്ലാം അതിൻ്റെതായ രീതിയിൽ വേണ്ടോ? ഇത് വായക്കുള്ള ക്ലാസ്സല്ലോ. ഓർക്കണം സാറേ. ഇത് കൂടുതലല്ലേ ഉണ്ട്. സാർ എടുത്തിട്ട് നടന്നാലേ ഒരു വെളുത്തുണ്ടാവും. ഈ പത്മാപ്പൊന്ന് പോക്കേ ആ പല്ലവിചാരി പോവാം. എപ്പോഴാണ് 450 രൂപ? ഇവിടെ സാറേ മാക്സൊക്കെ കൊണ്ട് എന്തൊക്കെയാണ് ഒരു രീതി. ഇപ്പൊ കൊണ്ടുവരും. ശരി നടക്ക്. പുരുഷൻകുട്ടിയുടെ കാര്യത്തിന് കാശെന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ലണ്ടെന്ന വനേകത എന്നോട് പറഞ്ഞിരിക്കുന്നത്. അരമനയ്ക്ക് കാശില്ലെന്ന് ഇടവഴക്കാരുടെ ഏത്തം പോലെ പിരിവിടുക, അല്ലാതെ ഞാനൊരു വഴിയും കാണുന്നില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങും. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാ? എന്താ? ഞാൻ ജോർജ് പോലെ വെട്ടിക്കൽ അഡ്വക്കേറ്റ്. ഒരു കത്ത് അയച്ചിരുന്നു, ഒരു വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞോണ്ട്. ഓ, കപ്പേനെല്ലാം കൂടി കപ്പേനെ ഏൽപ്പിച്ചിരിക്കാമല്ലോ. നിങ്ങൾ കപ്പേനെ കാണും. ലോണും കഴിഞ്ഞാലുടൻ ഞാൻ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരാം. അതിപ്പോ നിങ്ങൾ പറയും പോലെ ആ രീതിയിൽ അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടേയില്ല. വേറെ പല കല്യാണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടില്ല, രേഖയിലില്ല. പറയുന്നത് ഈ പള്ളി വെച്ച് എന്റെ കല്യാണം നടന്നത് തെറ്റില്ലെങ്കിൽ
ഈ മുറി വെച്ച് ഈ രജിസ്റ്റർ തന്നെ ഒപ്പിട്ടത് പിന്നെ എന്നെ പറഞ്ഞത് എങ്ങനെയാ? അത്ര വിശ്വാസക്കാരാണ് കൊച്ചു എന്നെ ഒന്ന് നോക്ക്. അതിന്റെ 15 വർഷത്തെ രജിസ്റ്റർ. തന്നെ അല്ലേ മാമോൻ സാമ്പര്? എന്നാലേ ആ പീഡനമല്ല, ആ കൊല്ലം അങ്ങനെ ഒരു കല്യാണം നടന്നു നടത്തേയില്ല. അവിടെ എന്താ പറയുന്നത്? ഈ പള്ളിയിൽ വെച്ച് നടന്ന വിവാഹമാണ്. ഇയാളിപ്പോ പറയുന്നു രജിസ്റ്ററില്ല, അങ്ങനെ വിവാഹം നടന്നിട്ടില്ല എന്നൊക്കെ. എന്താ ഇങ്ങനെ? അച്ഛോ, ഇവര് പറയുന്നത് 1987 ഏപ്രിൽ 14 അന്ന് അങ്ങനെ ഒരു കല്യാണം നടന്നുപോയ രേഖയിലില്ല. നടത്താത്ത കല്യാണം നടന്നു ഞാൻ എങ്ങനെയാണ് അച്ഛോ എഴുതി കൊടുക്കുന്നത്? താനെ ബുക്കിൽ കൊടുക്കും. ബുക്കിൽ പിന്നെ എന്താ ചെയ്യാ? വിഷമിക്കട്ടെ. ഏതൊക്കെയാണ് ഈ കല്യാണം നടത്തിക്കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് ഓർമ്മയുണ്ടോ? നടത്തി തന്നത് അങ്ങനെ ഒരു വികാരം എന്നിട്ടല്ലേ അച്ഛോ? ഈ കൊച്ചു പറയുന്ന കൊല്ലത്തെ കൊച്ചു നോക്കുമ്പോ ആ സ്ത്രീയെ കണ്ടത്തെ വികാരം. അതെ, ആ സ്ത്രീക്കാരൻ എന്നത്തെ വികാരം തന്നീടിന്റെ പ്രത്യേക സുഹൃത്തിന്റെ വിദ്യയിലൊപ്പം ഇത് കല്യാണം നടത്തി തന്നതാ. അദ്ദേഹം എന്നെ മികച്ച റാഫിന്റെ റദ്ദായിരുന്നു. അദ്ദേഹത്തിനുണ്ട് എനിക്ക് പരിചയമില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയൊന്നും അറിയണമെങ്കിൽ അവരിലേക്ക് തന്നെ അന്വേഷിക്കണം. ഒറ്റ ബിഷപ്പിന്റെ പിന്നുണ്ട്, ഫാദർ കുരുവിള. അദ്ദേഹത്തെ കാണുകയാ നല്ലത്. ഗബ്രിയേൽ അച്ഛൻ ഓർഫനേജിന് ചാർജ് വിട്ടിട്ട് 3 വർഷമായി. പ്രായക്കൂടുതലാകുക. അദ്ദേഹം ഇപ്പോ സേവനത്തിൽ വിശ്രമ ജീവിതം നയിക്കുക. സ്നേഹനിലയം എന്ന് പറയുമ്പോ വൃദ്ധരായ പല പുരോഹിതരും കന്യാസ്ത്രീയും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അധ്യക്ഷകരം കാണണം. എന്താ കാര്യം? ഇവരുടെ വിവാഹ സംബന്ധിച്ചൊരു കേസുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. ഗബ്രിയേൽ അച്ഛനാണ് കല്യാണം നടത്തി കൊടുത്തത്. ഫാദർ ഗബ്രിയേൽ അച്ഛനെന്നെ അറിയാം, നന്നായിട്ടറിയാം. പേര് പറഞ്ഞാൽ മതി. സൂസന്ന, സിസ്റ്റർ ആഗ്നസ്. ഇവർക്ക് ഫാദർ ഗബ്രിയേലിനെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ. ഞാൻ അച്ഛനെ കാണുമ്പോ എന്ത് പറയും? രാത്രിയിൽ നടക്കും. എന്നിട്ട് മനസ്സിലായിട്ട് പറഞ്ഞു. പിന്നെ പിന്നെ പറഞ്ഞു. ഒരു കേസുകൂടാ. നിങ്ങളെ കണ്ടാൽ തന്നെ തിരിച്ചറിഞ്ഞിട്ട് വരില്ല. ഓർമ്മയും കുറവാണ്. ചില സമയത്ത് എന്റെ പേര് ഇവിടെ മറന്നു പോകും. ഫാദർ, ഇവരാരാ? ഇവരെന്താ ഈ പറയുന്നത്? ഇവരെന്താ ഈ പറയുന്നത്? ഉച്ചയിപ്രവർത്തനത്തിന്റെ വൈദ്യമായിരുന്നല്ലോ. അന്ന് ഏപ്രിൽ 16 ഇവരുടെ കല്യാണം നടത്തി. ഇവരാരാ?
എടുക്കട്ടെ. മതി. God bless you. ഇല്ല, ഇത് നടക്കില്ല. എങ്ങനെയാ? സത്യവേറ്റില്ല, സാക്ഷികളില്ല, ഇല്ല, ഇത് നടക്കില്ല. വയലെടുക്കുമേ. നിങ്ങൾ വിവാഹിതല്ല, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, വിധവയിലല്ല, ഒരു കുട്ടിയുണ്ട്. ആരാ? ഓ, എന്നോ എന്റെ പൊന്ന് പെങ്ങളെ, എന്നെ വെറുതെ വിട്ടേ. ഞാൻ വിചാരിച്ച ഈ കേസ് ജയിക്കില്ല. നിങ്ങൾ പഠിപ്പും വിവരമുള്ള വേറെ ഏതെങ്കിലും അഡ്വക്കേറ്റിന് പോയി. ഞാനൊരു പാവമാണ്. ഇനി തല്ലുകൊള്ളാനും ഇല്ലാത്ത സാക്ഷികളെ ഉണ്ടാക്കാനും ഒന്നും എനിക്ക് വയ്യ. തല്ലുകൊണ്ട് ആശുപത്രി കിടന്നാലേ ഒറ്റ എണ്ണം ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഒടിഞ്ഞ കൈയും കാലും കെട്ടിത്തൂക്കി ഒരു കൈക്ക് മറുകൈ സഹായമില്ലാതെ ഞാൻ ഇവിടെ ഇത്രയും ദിവസം കിടന്നിട്ടും നിങ്ങൾ പോലെ കൊണ്ടുവന്നല്ലേ. തെറ്റിദ്ധരിക്കരുത്. എടുത്തുണ്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കൂടി സാധിച്ചില്ല. അതെ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാര്, തിരക്കുള്ള മനുഷ്യര്. ഞാൻ പാവം, എന്നെ വെറുതെ വിട്ടേ. ഇനി ഈ പരുവത്തിലായാലേ കഞ്ഞൂടി കൂട്ടിപ്പോകും പെങ്ങളെ. വേണ്ട, അതിനുള്ള പണിയും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ
ഗുണ്ടാബീസായിട്ടാണെങ്കിൽ തന്നെ കൊണ്ടതല്ലാതെ ഹീറോയിസം കാണിച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വേണ്ട വേണ്ട. ഓട്ടോ ഓരോ വക്കീലേ ആരാ? ആനന്ദം സ്വർണ്ണേ. എന്താ? ജാമ്യം എടുക്കാനാ. എന്താ? എന്താ? മുതിർന്ന ജൂത്തിമാർപ്പേണം സൂസമ്മയായി മനസ്സിലായി. അതൊന്നും നോക്കി സ്വട്ടല്ലോ. ആരും സൂസമ്മയ്ക്കൊക്കെ അറിയാം, അമ്മമാർക്ക് അറിയില്ലല്ലോ. ആരും പഴമായിരുന്നു. മലന്നും വിലന്നും അരികനും എന്ത് പറയാനാണോ? എന്നെ തല്ലിയന്മാരൊന്നും ഞാൻ വെറുതെ പറയാല. ഓർഡർ കിട്ടും. ഇന്നും തന്നെ പോലീസ് കംപ്ലീറ്റ്. അത് വേണോ? ആ വേണം. ഓക്കെ സാറേ, ഒന്നുമില്ലേ? എന്താ? വാരാക്കില്ലേ? അതെ, കേസുണ്ട്. വരുന്നില്ല. ഒരുപാട് ഒഴിവില്ലോന്ന് സംസാരിക്കാൻ ഇപ്പൊ നമ്മൾ കൊല്ലം വരും. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ. ഇപ്പം മനസ്സിലാക്കണം ഞങ്ങൾക്ക് എന്ത് സാധിക്കണം? നീ പോലീസ് കംപ്ലൈന്റ് ചെയ്യണോ? നീ വലിയ നാട്ടുകാരും കണ്ട വ്യക്തിക്കൊന്ന് കടയണം.
അങ്ങനെ കുറച്ച് മോശമായി പോയി. ഇത് മുഖത്തിരിക്കാം. ഇതിനകത്തിന് അരി കൊണ്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ആദ്യമായിട്ട് അരി, അതും കൊല്ലണം ഉദ്ദേശിച്ചിട്ടുള്ള അരി. ഞാൻ ഭയന്നു പോയി. അതുകൊണ്ടാ ഞാനൊന്ന് കേസ് കണ്ടെന്ന് പറഞ്ഞു. അമ്മയും ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവരുടെ ഓഫീസിൽ ചേർന്നു. അത് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ വൈഫ് വെച്ച് പിന്നെയും വൃത്തിയാക്കി. അതുകൊണ്ടല്ല. അപ്പോ നാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെയും തൊണ്ടൊരു ശീലമാണ്. ഇത് ഇത്രയൊന്നും തോന്നി തുടങ്ങി. ഇന്നിപ്പോ കൊടുത്തോടെ ശീലിച്ചാൽ വേറെ എന്തെങ്കിലും തൊഴിലാണെങ്കിൽ ഇറങ്ങാൻ അങ്ങനെ വല്ല ചട്ടം പിത്തരോ വല്ലതൊക്കെ കൊണ്ട് എക്സ്പീരിയൻസ് ആയി. ഇനിയിപ്പോ കൊടുത്തൂടെ എക്സ്പീരിയൻസ് ആയതായി. അതുമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇടവേറെ തടിക്കുന്നവന് വലതുകരണം കൂടെ കാണിച്ചു കൊടുക്കാനാണ്. ഇനിയും വലതുകരണം തടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. അന്നേരത്തെ സൗകര്യം അനുസരിച്ച് തിരിച്ചു തരണമെങ്കിൽ തല്ലുവോ ഓടണമെങ്കിൽ ഓടുവോ എന്ത് വേണോ ചെയ്തോട്ടെന്ന് വെച്ചിട്ടാ പുള്ളിക്കാരൻ ആ ഭാഗത്ത് അങ്ങ് സൈലന്റ് ആയത്. നിങ്ങളിപ്പോ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ ഒരു അരി വന്നാലും ശരി, ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ ഒരു വാക്ക്, അത് നിങ്ങൾ പലതവണ പറഞ്ഞിട്ട് വേണം. ബട്ട് ഒരു വാക്ക്, അതിലൊരു ആൻസർ എനിക്ക് വേണം. എന്താ? അല്ല, നമ്മൾ ആ പള്ളിയിൽ പോയി വിവാഹം നടന്നു എന്ന് നിങ്ങൾ പറയുന്നു. നടന്നില്ല എന്ന് ഒരുപാട് തെളിവുകളുണ്ട്. എന്തോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു ഇപ്പോഴും. ഞാൻ ഒറ്റ വാക്കിലൊരു ചോദ്യം ചോദിച്ചോട്ടെ? പോകുന്നൊന്നരുത്, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിൽ, ഈ പറഞ്ഞ പള്ളിയിൽ വെച്ച്, ഈ പറഞ്ഞ രീതിയിൽ സത്യത്തിൽ ജെയിംസ് നിങ്ങൾ വിവാഹിതരാണോ? അതെ. നീ പറഞ്ഞ അപ്പനുള്ള തെളിവുകളൊന്നും തരാൻ എന്റെ കയ്യിലില്ല. ഞാനിപ്പോ എന്നെ ചതിക്കുന്നത് എനിക്കറിയില്ല ആരെയെന്ന് എന്താണെന്ന്. ശരി, ഞാൻ കേസ് നോക്കാം. കുറച്ച് ദിവസം ഞങ്ങൾ താമസിക്കുന്ന വിരോധമുണ്ടോ? ഇല്ലെങ്കിൽ ഞാനതിന് ഹോട്ടലില് വേണ്ട, ഇവിടെ താമസിക്കാം. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ പഴയ കഥകൾ ഒരുപാട് അറിയാനുണ്ട്. ഇന്ന് ഏതായാലും വേണ്ട, നാളെ മുതലാവട്ടെ. നാളെ ഞായറാഴ്ചയല്ലേ, നല്ല ദിവസമാണ്. പള്ളി പോക്കൊക്കെ ഉണ്ടോ? ഞാനും വരാം. അച്ഛൻ പള്ളിമുറിയിലേക്ക് വരാൻ പറഞ്ഞു. ആ, ദിവസമല്ലേ വരൂ. ഇങ്ങോട്ടിരിക്കാം. ഇതിപ്പോ കേസ് കോടതിയിലായ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ പള്ളിയിൽ എത്തിയിരിക്കുക. എന്താ സൂസന്നെ ഇതിനൊരു സമാധാനം? ഇല്ലച്ചോ, ഞാൻ സംസാരിക്കട്ടെ. ഈ കേസ് ഞാൻ പ്രൊസീഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ അച്ഛൻ തന്നെ പറ. ഇവിടെ പറയുന്നത് ജെയിംസിന്റെ ഭാര്യയായിരുന്നു, എന്റെ മകന്റെ ഭാര്യയായിരുന്നു എന്നാ. മരിച്ചതിന്റെ മോനെ പറ്റി ഞാൻ ദോഷം പറയാനാ. ചെറുപ്പം മുതലേ ചില ചില്ലറ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട്, വീട്ടില് നാട്ടില്. പക്ഷേ ബിസിനസ്സിൽ അവന്റെ വിജയമായിരുന്നു. അവസാന കാലത്ത് അവൻ നന്നായി. അപ്പോഴും അവന്റെ വലിയൊരു ഭാര്യ മാർക്ക് വെക്കുന്നത് ഇവളാ. നിങ്ങൾ എന്ത് അനാവശ്യ പ്രിയത്തെ പറയുന്നു? ഞാൻ വിളിക്കില്ല. ഇത് നിങ്ങളുടെ മുമ്പില് അനാഥയായ ജെയിംസിന്റെ ഭാര്യയല്ലേ? ഇവർ ആരാണെന്ന് ഞാൻ വിളിച്ചുതരാം. ഇവരുടെ അനാഥയുടെ പറഞ്ഞതാണ് നെറ്റിൽ ഓർഫനേജിൽ. അല്ലാതെ പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ദേശീയാവൃത്തി നടത്തിയരും, അതായത് സാമൂഹ്യ നഷ്ടമായി പരിപാടിയത് ഇവിടെ ഇദ്ദേഹമാണ് നടത്തിയത്. അതെ, പതിനേഴ് ദിവസം ക്രിസ്ത്യനുള്ള താമസിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. ഇനി ഇവിടെ വിഭജിച്ചാലും എന്ന് പറയും.
ഞാനാണ് റെസ്ക്യൂ ഹോമിന്റെ വാർഡൻ. ഈ കുട്ടിയെ 1987 ഫെബ്രുവരി 12 മുതൽ 28 വരെ കോടതി ഉത്തരവനുസരിച്ച് അവർ താമസിപ്പിച്ചിട്ടുണ്ട്. നീ നിഷേധിക്കുന്നു? ഇതൊക്കെ നിഷേധിക്കുന്നു? മണ്ണിൽ കൊണ്ടൊരു മുഴുവനായിരുന്നു കുട്ടിക്ക്. പെട്ടെന്ന് ഒരു ദിവസം അവിടെ കാണാതായി. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. ഇവയുടെ ഫോട്ടോയും പേരുകളും അവിടെയുണ്ട്. പിന്നെ ഇത് ഡോക്ടർ ശിവചന്ദ്രൻ, സൈക്കാട്രിസ്റ്റാണ്. ഏതോ ഒരുത്തൻ ഇവർക്ക് വട്ടാണ്, ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സിക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടിരുന്നു. ഇത് നിഷേധിക്കുന്നു? ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കുറേ കാലം ഈ കുട്ടി എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അസുഖം ഭേദമാകുന്നതിന് മുൻപ് ഡ്രഗ്സിന്റെ കോഴ്സൊക്കെ നിർത്തി. പിന്നെ അവിടെ വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല. കൊണ്ടുവന്നത് ഏതോ ഒരാൾ. അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരാളുടെ കൂടെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഈ കുട്ടി അവിടെ വരുന്നത്. ആ ഒരു ഓഡ് കോമ്പിനേഷൻ കണ്ടപ്പോഴേ ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ അച്ഛോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മകളെ കൂടെ താമസിച്ചു, കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നു. അതൊന്നും ഇങ്ങനെയല്ല. അത് വക്കീലെന്നെ ഒറ്റപ്പെട്ടാവുമല്ലോ. പിന്നെ എന്റെ മകന്റെ കൂടെ ഇത്രയും കാലം താമസിച്ചു വരും സ്ഥിതിക്ക് മാന്യമായ വിഹിതം ഇവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്നല്ലാതെ എന്റെ മോന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കൊണ്ടുപോകും നോക്കി വെക്കാൻ എനിക്ക് പറ്റില്ല. ഇതിന് അച്ഛന് തീരുമാനം ഉണ്ടാക്കണം. ഇത് കോടതിയെത്തുന്ന കേസല്ല. ഇത് പുറകെ പോയി തലനാരിയെ മീറി മരിച്ചുപോയതിന്റെ മകനെ കുറിച്ച് തീറ്റയും പറയും ഇവരുടെ വക്കീലും എന്റെ വക്കീലും കൂടി വിളിച്ചു പോയെന്ന കേൾക്കാനുള്ള മനസ്സിൽ എനിക്കില്ല. ഞാനൊരു വയസ്സനാ. അത്ര തീരുമാനം പറയാം. അത് ഞാനിപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. സൂസന്നെ, ഈ പറയുന്നതിന് നീ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. കേട്ടോ വെച്ചോ, ഈ സ്വത്ത് മുഴുവൻ വിറ്റാല് ഞങ്ങളൊന്നും വിറ്റുവരുത്തി ഇവിടെ നിന്നും പോകുന്നില്ല. ഈ പള്ളിക്ക് ഇവിടെ വെച്ചാണല്ലോ ഇതിന് തീരുമാനം ഉണ്ടാവുന്നത്. മാന്യമായ ഒരു വീരം തന്ന് ഒരു 50 വർഷത്തേക്കുള്ളിൽ ജെയിംസിന്റെ മരണമായിട്ട് ഒരു ഗ്രിഗോറിയൻ കുടുംബമായ ഉള്ളാറ് ഭാവം ഇവിടെ ഏൽപ്പിക്കും. ആ കേട്ടാനി, ഇതിപ്പോ നാട്ടുകാരും വിളിച്ചു കൊടുക്കേണ്ട കേസല്ല. പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ അയൽവക്കക്കാരല്ലേ, തനിക്കതൊന്നും പറയാനില്ലേ? അതിപ്പോ ആ പെൺകുച്ചിനെ വിളിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ആ കേട്ടവർക്കില്ലേ, കേസിന്റെ ഇൻഡസ്ട്രി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സാക്ഷ്യരം കണ്ടല്ലോ. തയങ്ങൊന്നേ, നീതി ന്യായവും ഞങ്ങളുടെ കൂടെയാ. ഈ കേസ് കോടതി എത്തിയാലും താൻ ജയിക്കില്ല. പക്ഷേ കോടതി എത്തിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് കാണുന്നത്. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒന്നു പറയും. ഒരു ഡോക്ടറോട് കള്ളം പറയരുതെന്ന് പറയും. അതുപോലെ തന്നെ ഇങ്ങനൊരു കേസിൽ വക്കീലിനോടും കള്ളം പറയരുതായിരുന്നു. ഇങ്ങനെ കള്ളം പറഞ്ഞുവെന്ന് ഞാൻ പറയുന്നില്ല. ഈ കല്യാണം നടന്നില്ലാന്ന് ഞാൻ പറയുന്നില്ല. ആര് പറഞ്ഞാലും. പക്ഷേ അതിന് ചില വൃത്തികെട്ട ഫ്ലാഷ് ബാക്കുകളൊക്കെ ഉണ്ട്. ഇല്ല, നിങ്ങളുടെ അമ്മായിയപ്പം പറഞ്ഞാലുമല്ല, അതൊന്നും നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിങ്ങൾ ഒരുപാട് ഒഴിക്കുന്നു. ഈ കേസും കൊണ്ട് കോടതിയിലെത്തിയാൽ ഒരുപക്ഷെ ഒരു വക്കീലും നിലയ്ക്ക് ഞാൻ നാണക്കേണ്ടി വരും. നാണക്കേടെടുത്ത് പുത്രിയായിട്ടൊന്നുമല്ല, ഒരു പ്രത്യേക കേസായിട്ട് എന്റെ കരിയറിലെ ഒരു വഴിത്തിരി വായിച്ച്
ഞാൻ കേസ് ഏറ്റെടുത്തു, പഠിച്ചു തുടങ്ങി, ഒരു ത്രില്ലായിട്ട് വർക്ക് ചെയ്തു തുടങ്ങി. പക്ഷേ സ്വന്തം ചർച്ച ചെയ്യുന്നത് തെറ്റാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പോട്ടി. അതുകൊണ്ടല്ല, ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീട്ടുകാരുടെ ഇടവാക്കാളുടെ മുന്നിൽ എനിക്ക് നല്ലവണ്ണമുണ്ട്. ഞാൻ മറക്കാൻ ശ്രമിച്ചു. ഇവർക്കാർക്കും അറിയാൻ വയ്യാത്ത പല കഥകളുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു. നടത്തും പോയിട്ടുണ്ട്. ഒന്നേ സത്യങ്ങളും അവർ പാതീയ സത്യങ്ങളും. ഈ സ്വത്ത് കടന്നു കിട്ടി ഇനി ആളുകളുടെ മുഖത്ത് നോക്കി എനിക്കവിടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞ് വളർന്നു വരികയാണ്. ഞാൻ തെണ്ടിട്ടാണെങ്കിലും അവരെ വളർത്തിക്കൊള്ളാം. പക്ഷേ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നേരത്തിന്റെ മുന്നിൽ തന്നെ ചെന്നുപെട്ട് എവിടെയോ ഒരു സഹോദരനാണെന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയ ഒരാളാണ് നിങ്ങൾ. എന്നെ കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായം സൂക്ഷിച്ചു പോകുന്നത് എനിക്ക് സങ്കടമാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് പോകണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മുഴുത്തെ ബുദ്ധിമുട്ടില്ല. സത്യമാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. സത്യം പറയാം. വർഷത്തിലാണ് ഞാൻ നടന്നത്. എനിക്കത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ആർക്കും അറിയില്ല. എനിക്ക് വന്നുണ്ടെന്ന് എനിക്കറിയാൻ വയ്യാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയ്ക്കറിയാമായിരിക്കും. ഞാൻ പഠിച്ചത് മറന്നുതന്നെ ഓർഫനേജിലാണ്. ഏതൊരു പാസ്സായി അക്കൗണ്ടൻസിയുടെ ഡിപ്ലോമയും കിട്ടി. തുടർന്ന് കിടപ്പക്കാൻ നിവർത്തിയില്ലെന്ന് ഇവിടെ പറഞ്ഞു. എന്നെ ജോലിക്കുള്ള അപേക്ഷയിൽ അയക്കണം. ഒരു ദിവസം ഇതാ മോളെ, നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നിട്ടുണ്ട്. എനിക്ക് എക്സ്പോർട്ടിനുള്ള സയൻസിന്റെ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. സിറ്റിയിലുള്ള ഹോട്ടൽ മയൂരിയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. സോസൻ എവിടാ? സൂസൻ അല്ലേ? എന്താ എന്താ ഞാൻ പറഞ്ഞ സെലക്ഷനായോ? അറിയില്ല. ഏതാണ്ട് സെലക്ട് ചെയ്ത പോലെയായി. ഞാൻ ശങ്കരായി. എനിക്കാകെ പേടിയായി. എനിക്ക് വന്നു. എന്ത് ചെയ്യും? പക്ഷെ പേരെന്ന് പറഞ്ഞു പേടിക്കണ്ട. തീർച്ചയായിട്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ മറ്റേതും മടത്തിൽ താമസിക്കാൻ പണയം ചെയ്തിട്ടുണ്ട്. എന്താ അയാളുടെ നെട്ടും ഭാവവും കണ്ടപ്പോ ഞാൻ അതൊക്കെയാണ് വിശ്വസിച്ചു. അവസാനപ്പോ ഞാൻ മാത്രമായി. പുറത്തിറങ്ങിയോ? വയനാടുമായിട്ട് നിങ്ങളേത് ശീലമില്ലായിരുന്നു എനിക്കെന്ന്. ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെയൊരു അനുഭവം കൺമുമ്പിൽ വന്നപ്പോ എനിക്കറിയില്ല. എനിക്കൊരു ഭ്രാന്ത് പോലെ എന്തോ വരികയായിരുന്നു. ഒരു വൈകുന്നേരം രക്ഷപ്പെടാം. അതെ ഒസയില്ല കമ്മീഷണർ നീയാണോ?
ഭയങ്കര കുറവുണ്ടെങ്കിലും അന്നത്തെ ഷോക്കിന് ശേഷം കുഞ്ഞെവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, വലിയ വ്യക്തമായ ഓർമ്മകളുണ്ട്. അന്ന് എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു. മനസ്സിലായി? ഒന്ന് പരാതിയായിരുന്നു. നമുക്ക് പോകാം. തീർച്ചയായിട്ടും തോന്നുന്നു. പക്ഷേ എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതലായിരുന്നു. എന്തോ മനസ്സിൽ എന്നോട് സഹതാപം തോന്നി. എന്നെ ചികിത്സിപ്പിച്ചു. സത്യത്തിൽ അന്ന് ജീപ്പ് നിർത്തുമ്പോൾ ഈ ഹോട്ടലിൽ വെച്ച് കണ്ട ആളാണിതെന്ന് എനിക്കെന്നെ മനസ്സിലായില്ല. പിന്നീട് ജെയിംസ് എന്നോട് പറയുകയാണ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പൊന്നും തോന്നിയില്ല. ഇതാരാണെന്ന് മനസ്സിലായോ? ഇപ്പം ഇവിടെ കൊണ്ടുവന്ന ആളാണ് മിസ്റ്റർ ബെയിൻ. ഞാൻ ഒരുപാട് പെണ്ണുകാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പെണ്ണിനോട് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ്. യെസ്സോർണോ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയണം. സൂസനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്. നിങ്ങളുടെ വക്കീൽ കുട്ടിയും ലോജിക്കും വെച്ച് വിശ്വസിക്കേണ്ട വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എങ്കിലും നിങ്ങളുടെ പറയണം തോന്നി പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് വിശ്വസ്തരായിരുന്നു. ഒരു കേസിലായി ഒരു കൊടുത്തേട്ട ഒന്നുമല്ലോ അടുത്ത് സംസാരിക്കുക. എന്താ മരണത്തിന് ശേഷം ഞാനിങ്ങനെ വന്നു പ്രശ്നം ഒന്നിക്കുറിച്ച് ഭയങ്കരത്തിൽ വന്നത്
ബിസിനസ് നല്ല നിലയിലായിരുന്നു. ആ നിലയ്ക്കൊരു നിരാശയോ കാര്യങ്ങളോ ജെയിംസ് സാറിന് ഉണ്ടാകാൻ വഴിയില്ല. ജെയിംസിന്റെ ഫാദറും ബ്രദറും ജോസഫ് കുര്യനും ഡേവിഡും ഇവിടെ വരാറുണ്ടായിരുന്നു. അവരെങ്ങനെ വരാറുള്ളതായിട്ട് അറിയില്ല. ഇല്ല, അവരെങ്ങനെ വരാറില്ല. മരിക്കുന്ന അന്ന് തുടങ്ങി പുറകോട്ട് ഒരു 6 മാസം എടുത്താൽ എന്തെങ്കിലും വരികയോ അവർ തമ്മിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിലില്ല. നിങ്ങൾ പറയുന്നത് ഞാനെന്തിനു പറയണം? നിങ്ങൾ പോലീസുമാരല്ലോ, അഡ്വക്കേറ്റ്. നിങ്ങൾ അപമര്യാദയെ എന്നോട് പെരുമാറരുത്. ഇന്നിപ്പോൾ നിങ്ങളുടെ മുതലാളിയുടെ അഡ്വക്കേറ്റാണ് ഞാൻ. അവർക്കും ഈ സ്ഥാപനത്തിനും വേണ്ടിയാണ് ഞാൻ ഈ കേസ് വാദിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഐ എം സോറി. എനിക്ക് ജെയിംസിന്റെ ആ പേഴ്സണൽ ഫയൽ വേണം. ഇതവരുടെ കുടുംബ കാര്യമാണ്. എന്റെ അറിവിൽ അച്ഛനും സഹോദരനും വന്നിട്ടില്ല. അവരൊന്നും പിഴക്കമായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ആർക്കാ ഫോൺ? അത് പറഞ്ഞു. അത് കൊടുക്കാറായിട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ജെയിംസിന്റെ ജീവിതത്തിലുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നിയതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ മനസ്സങ്ങനെ പറയുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാൻ വയ്യാത്ത പല കത്തുകളും ജെയിംസിനുണ്ടായിട്ടുണ്ടോ? രണ്ടുപേരില്ല. പക്ഷെ ഇതൊക്കെ ജെയിംസിന്റെ ഡയറികളാണ്. വെറുതെ ഞാനൊന്ന് എടുത്തു നോക്കി. ഇതിൽ എന്നോട് പറയാതെ സെപ്റ്റംബർ 2-ാം തീയതി എന്റെ ഡയറിയിലുണ്ട്. സെപ്റ്റംബർ 2. എല്ലാ വർഷവും ഇതേ ദിവസം തന്നെ പള്ളി പോയി പ്രാർത്ഥിച്ചോ പൂ വെച്ചോ നോക്കി. ഒരു വലിയ ഭക്തനായിട്ടോ എന്നെ വെച്ചൊരു പള്ളിയിൽ പോകുന്ന ആളായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഇരിപ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ നിരീശ്വരത്തും പറയുന്ന ആളാണ്. ഒരു പക്ഷെ നല്ലൊരു ഭക്തനായിട്ട് എന്നോട് പറയാൻ മടിച്ചിട്ടാണെന്ന് അറിയില്ല. ഒരുപാടത്തിൽ പൂവച്ചു, ഒരുപാടത്തിൽ പ്രാർത്ഥിച്ചു. ഒരുപാടത്തിൽ പൂവച്ചാലും പ്രാർത്ഥിച്ചാലും ജെയിംസിന്റെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? സെപ്റ്റംബർ 2-ാം തീയതി എന്തായാലും എനിക്ക് ഒന്നിച്ച് മരിച്ചു. പക്ഷെ ഇത് സെപ്റ്റംബർ 2 മാർച്ച് 17 സെപ്റ്റംബർ 2-ാം തീയതി മരിച്ച ആരെങ്കിലും ഉണ്ടോ ഓർമ്മയിൽ? ഇല്ല. ഏതായി? സെയിന്റ് വിൻസെന്റ് ചർച്ച് ഇവിടെ അടുത്ത പോലെയാണോ? ഇല്ല, ഇവിടെയുള്ള സെയിന്റ് ജോർജ് ആണ്. വികാരിയത്തിനില്ലേ? ഉണ്ട്, പള്ളി വീടിനുണ്ട്. എന്താ ഒരു കടപ്പറ്റാ? ഞങ്ങൾ വന്നിട്ട് സെമിനാറിൽ ഉണ്ടായിരുന്നതാ. നിങ്ങൾ അഞ്ചിട്ട് വഴിക്കും ഞങ്ങൾ സംസാരിക്കട്ടെ. ഇപ്പൊ വരുക അനുഭവത്തിലെ കല്ലട. ഗവൺമെന്റ് പഠിക്കുമ്പോൾ ഞാൻ 20 മുമ്പ് അമ്മപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കാലവും എത്തും. പക്ഷെ ടൈം തന്നെ മീൻസ് കഴിയുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിക്കെല്ലാം ചോദിച്ചു.
ജെയിംസ് കഥകളൊക്കെ എന്നോട് പറഞ്ഞു. പാവം ആ ചെറുപ്പക്കാരുടെ ദുരന്തങ്ങൾ അറിഞ്ഞു. ഇപ്പോ ജെയിംസിന്റെ ഭാര്യയ്ക്ക് കുട്ടിക്ക് വേണ്ടിയല്ലേ ബാധിക്കുന്നത്? തോന്നുന്നു നീ അനുഗ്രഹിക്കട്ടെ. ഒരു ഗൗരവം നിരസിക്കണം. തോമാച്ചേട്ടനല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ. ഞാൻ പറയണം, മാറ്റിയതാണ്. തെറ്റ് പറ്റിപ്പോയി. ഇരുന്നതിനുള്ളതാ. കഞ്ഞുകൂടി പൊട്ടിക്കരുത്. ഇല്ല, തന്നെ കഞ്ഞൂടിയൊന്നും ഞാൻ മുട്ടിക്കില്ല. തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ദോഷവും ഞാൻ വരുത്തുകയാണ്. താൻ ചെയ്ത ദ്രോഹത്തിന്റെ ആരും എനിക്ക് മനസ്സിലായത്. എന്നോട് കൊടുക്കണം. ഇത് കോടതിയിൽ എത്തിയാൽ ഈ കേസ് കോടതിയിൽ എത്തിയില്ല. ഇനി എത്തിയാൽ തന്നെ സത്യമേ പറയാം. ഞാനത് തിരുത്തില്ല. താൻ വീണ്ടും വളരെ ചേർക്കണം. അതിനു മുമ്പ് ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയും താനത് കീറിയെന്ന് എഴുതിയ ഒരു കടലാസം തന്നെ കൊണ്ട് ഞാൻ ഒപ്പിടിച്ച് വായിക്കും. താനത് ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് തന്നാൽ തനിക്ക് ഒരു ദോഷവും വരികയില്ല. ഇനി ഇത് കോടതിയിൽ എത്തിയാൽ താൻ ഇതൊക്കെ കോടതി പറയണം. ഇല്ലെങ്കിലേ കഞ്ഞൂടി കുട്ടികളെല്ലാം ചെയ്യാൻ പോകുന്നു. എങ്ങനെയെന്നറിയോ? ഇതേ ഇപ്പൊ ഇനിയേ നിന്നുള്ളൂ. തന്നെയും കൊല്ലും. ഹലോ, കമ്മീഷണർ ഹിയർ. ഐ എം അഡ്വക്കേറ്റ് ജോർജ് കോര. ജോർജ് കോര സാർ, ഞാൻ സൂസന്നയുടെ അഡ്വക്കേറ്റ് ആണെന്ന് പള്ളിയിൽ വെച്ച്. ഓ ഹലോ സാർ, ഐ വോണ്ട് ഹെൽപ്പ്. ഐ വോണ്ട് ടോക്ക് യു. വാട്ട് ഹാപ്പൻ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓഫീസിലും വീട്ടിലും വെച്ച് കാണും സാർ. വേറെ എവിടെയെങ്കിലും? എന്നൊരു കാര്യം ചെയ്യും, ആ പള്ളി അടുത്തേക്ക് വരും. ആഫ്റ്റർ സാറേ. സാർ, ഐ വിൽ കം ദർ. ഓക്കെ. എനിക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. സൂസന്ന നിരപരാധിയാണ്. അവളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും സാറിന് പങ്കു. ഞാൻ നിഷേധിക്കുന്നില്ല. ബട്ട് മിസ്റ്റർ ജോർജ്, യു അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഓഫീസർ എന്ത് ചെയ്യാമോ അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്നെക്കൊണ്ടാവുന്ന എന്ത് സഹായം ചെയ്യാൻ ഞാൻ എടുക്കണം. പറയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സത്യം തെളിയിക്കാൻ സാറിന് സഹായം. അഫ്കോഴ്സ്. ഞാൻ മയക്കുമരുന്നൊന്നും വന്നതല്ല. എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ അറിയാനുണ്ട്. അറിഞ്ഞൊന്നും പോലെ ഇതുവരെ അറിഞ്ഞില്ലേ? ഇനി അറിയണോടാ. ഞാൻ നിങ്ങളെ അറിഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. അറിയിക്കാം. ഞാൻ വരുത്താതിരിക്കുന്നതാണെന്നല്ല.
ആരാ ജെയിംസ് എത്തുന്നത്? മാറിക്കൊണ്ട് മനസ്സിലാക്കി. ഉണ്ടെന്ന് ഞാനിപ്പോഴാ മനസ്സിലാക്കിയത്. സാറ് തന്നെയാണോ നമ്മൾ പ്രയോജനമാക്കി ആദ്യം പഠിക്കാതെ കെട്ടോ? താനൊന്നും ഓരത്തിൽ എടുക്കുന്നുണ്ടാവും. താനൊന്ന് പുറത്തോട്ട് തരാം. അത് സാറേ ഉമ്മാരെ അരങ്ങിലിടും. ആഹാരം വല്ലതും കൊടുക്കണം. തൈക കഴിച്ചു വിട്ടിട്ടും. ഈ വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം വിവാഹം നടന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പായുണ്ട്. വിവാഹത്തിന്റെ വീഡിയോ കേസറ്റും പള്ളിയിലെ വിവാഹ സർട്ടിഫിക്കറ്റ്. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കേസിലെ പ്രതികൾക്കെതിരെ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് നിലവിലുണ്ട്. ഈ കേസ്, അതായത് ഈ സിവിൽ കേസ്, ഒരു ക്രിമിനൽ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജെയിംസിന്റെ, അതായത് സൂസമ്മയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഈ സാധു വിധവയ്ക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ കോടതിയോട് അഭ്യർത്ഥിക്കില്ല. വൈ? ബിക്കോസ് ഏതൊരു സ്ത്രീക്കും സ്വത്തുക്കളേക്കാൾ വിലമതിപ്പുള്ളതാണ് അവളുടെ ഭർത്താവിന്റെ ജീവൻ. ആ ജീവൻ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അപഹരിക്കപ്പെട്ടതെങ്കിലും ഐ ഒബ്ജക്ട് യുവർ ഓർഡർ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള സന്മനസ് ബഹുമാനപ്പെട്ട കോടതി കാണിക്കണം. യെസ്, യു ക്യാൻ പ്രൊസീഡ്. ഞാനിവിടെ ഉറപ്പിച്ചു പറയുന്നു, വിത്ത് ആംപിൾ ആൻഡ് ഇൻഡിസ്പ്യൂട്ടബിൾ വിറ്റ്നസസ് ആൻഡ് എവിഡൻസസ്, ജോയിൻസിന്റേത് ഒരു അപകട മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ഇറ്റ് വാസ് ഇറ്റ് ആക്ച്വലി എക്സിക്യൂട്ടഡ് മർഡർ. എന്താ പതിവില്ലോ? സോറി മിസ്റ്റർ കുര്യൻ ജോസഫ്, നിങ്ങളെ മോനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ വന്നു. എന്തിന്? അതെല്ലാം സ്റ്റേഷൻ വന്നിട്ട് പറയാം. നീട്ടേ ആ അഡ്വക്കേറ്റ് രാജൊക്കെ വിളിച്ചു 2 ആളെ കൂട്ടി സ്റ്റേഷൻ വന്നോ ജാമ്യത്തിൽ നോട്ടാൻ വള മതി. പ്രൊസീഡ്. നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? അതായത് പള്ളിയുടെ പേര്? കുര്യൻ ജോസഫ്. മരിച്ചുപോയ ജെയിംസ് നിങ്ങളുടെ ആരാണ്? മകൻ. അതായത് നിങ്ങൾക്ക് അറ്റാമ്മയിലുണ്ടാകുന്ന ആദ്യത്തെ പുത്രനാണ് ജെയിംസ്, അല്ലേ? അതെ. മിസ്റ്റർ കുര്യൻ ജോസഫിന് അച്ചാമ്മയിലുണ്ടാകുന്ന ആദ്യത്തെ പുത്രനാണ് ജെയിംസ്. താങ്ക് യു മിസ്റ്റർ കുര്യൻ ജോസഫ്. ജെയിംസിനെ പരിചയമുണ്ടോ? ഉണ്ട്. സെന്റ് വിൻസെന്റ് ചർച്ചിൽ വന്നത് മുതൽ എനിക്ക് ജെയിംസിനെ അറിയാം. ജെയിംസ് പള്ളിയിലെ നിത്യസന്ദർശകനായിരുന്നു? അല്ല. പക്ഷെ എല്ലാ വർഷവും മുടങ്ങാതെ
സെപ്റ്റംബർ 2-ാം തീയതി ജെയിംസ് പള്ളിയിൽ വരുമായിരുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ സെപ്റ്റംബർ 2-ാം തീയതി ജെയിംസ് പള്ളിയിൽ വരുവാനുള്ള കാരണം എന്താണെന്ന് അച്ഛൻ അറിയാമോ? അന്നാണ് ജെയിംസിന്റെ പിതാവായ ജോൺ വർഗീസിന്റെ ജന്മദിനം. ജോൺ വർഗീസാണ് ജെയിംസിന്റെ പിതാവ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഉണ്ട്. ഒന്ന്, ജെയിംസിന്റെ ഈ ഡയറിയിൽ സെപ്റ്റംബർ 2-ാം തീയതി എവിടെ പോയെന്നും എന്തിനു പോയെന്നും ഇതിന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2, ജെയിംസിന്റെ മാമോദിസ സർട്ടിഫിക്കറ്റ് പിതാവായാലാണെന്നും അദ്ദേഹത്തിന്റെ കയ്യൊപ്പും ഇതിലുണ്ട്. താങ്ക് യു, യുവർ ഓണർ. കുര്യൻ ജോസഫുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ജെയിംസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജോൺ വർഗീസിന്റെ മരണശേഷം 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അച്ഛാമ്മ, അതായത് ജെയിംസിന്റെ അമ്മ, കുര്യൻ ജോസഫിനെ വിവാഹം കഴിച്ചു. അയാൾ തോട്ടത്തിന് മേഖലയായിരുന്നു. അതിലവർക്കുണ്ടായ കുട്ടിയാണ് ദേവിക. എന്നാണ് ജെയിംസിന് അവസാനമായിട്ട് കണ്ടത്? സെപ്റ്റംബർ 2-ാം തീയതി. ഒത്തിരി പ്രത്യേകതകളുള്ള പക്ഷേ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെന്താ പറയാം? അച്ഛനറിയോ, എന്റെ അമ്മച്ചി മരിച്ച് 7 മുമ്പ് വീട് വിട്ടിറങ്ങിയവരെ ഞാൻ ഇറങ്ങി പോകുന്നതല്ല, ഇറക്കി വിട്ടതാ. 15 വയസ്സ് പ്രായം, വലിയ കാശില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഞാൻ കരുതിട്ടുണ്ട് വെച്ചോ. എല്ലാത്തിനും കാരണം അവനാ, ആ കുര്യൻ ജോസഫ്. അപ്പന്റെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുത്തു. എന്നിട്ടോ അതിന് രക്ഷപ്പെട്ടില്ല. ഇന്നലെ അവനും അവന്റെ പുന്നാര മോനും കൂടെ എന്റെ ഓഫീസിൽ വന്നിരുന്നു. എന്റെ കാല് പിടിച്ച് കരഞ്ഞു, സഹായിക്കണോ, അയാൾക്ക് എസ്കേപ്പിൽ സെറ്റിട്ട് ഇപ്പൊ ബാലാലി കൊണ്ടുപോകുന്നു. അതാ അച്ഛനെ പറ, ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനോ, ഈ ജെയിംസ് ഉണ്ടല്ലോ, ഞാൻ നയാ പൈസ കൊടുക്കില്ല. അച്ഛൻ പറ, എന്റെ അപ്പനെ കൊല്ലാതെ ഞാൻ സഹായിക്കണോ? എന്നെ പെണ്ണൊപ്പനെ പെരുവിലേക്ക് ഞാൻ സഹായിക്കണോ? അപ്പനെയും മോനെയും തരാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞൊരു മാസം എത്തി ഞാൻ കറക്കും. എന്നിട്ട് എന്നെ വിട്ടു. അച്ഛനൊന്ന് ക്ഷമിക്കണം, എനിക്ക് എന്ന കാര്യം ചെയ്തൊന്ന് വേണ്ട അച്ഛൻ. താങ്ക് യു ഫാദർ. ജെയിംസിനെ ഉണ്ണിക്കൃഷ്ണൻ അവസാനമായി കണ്ടത് എപ്പോഴാണ്? അത് കോടതിയാണ്. ആരും നിങ്ങളോട് ഭയപ്പെടുന്ന കാര്യമില്ല. ധൈര്യമായിട്ട് പറയൂ, ജെയിംസിനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്? മരണത്തിന് 2-2.5 മണിക്കൂർ മുമ്പ്. എവിടെ വെച്ച്? ഹോട്ടൽ അശോകയിലെ ബാഗിൽ വെച്ച്. ജെയിംസ്, നിനക്ക് 25 ലക്ഷം രൂപ വേണം. അത് ഞാൻ മേലെടുത്തുണ്ടാക്കിയ കാശ്. എന്റെ അപ്പൻ സമ്പാദിച്ച സ്വത്തുകളും വിഴിഞ്ഞു തിന്നിട്ട് ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കിയ കാശ് നിനക്ക് വേണം. ഞാൻ പറഞ്ഞേ, നിന്റെ സ്വത്തുകൾ കൊണ്ടുവരുന്ന പറഞ്ഞ് വേദിക്ക് പോകുമെന്ന എനിക്ക് ഓർമ്മ. ഈ കൈ കൊണ്ട് വിശിഷ്ട കൊല്ലാമായിരുന്നു. കൊല്ലാതിരിക്കുമോ? അപ്പന്റെ മരണത്തിന് 12 വരെയാണെങ്കിലും അമ്മ എന്റെ അമ്മയാണ്. അവൻ എന്തെങ്കിലും ഒരിക്കലൊക്കെ നിന്നെ ഇഷ്ടപ്പെട്ടു വേണം. പടുമാണ് പുള്ളിയില്ല. പൈസ മിളയാനും പൈസ പോലെ നമ്മുടെ കാലത്ത് കിട്ടാൻ പോയില്ല. ഇതൊക്കെ മൊത്തത്തിൽ തൂക്കി വിറ്റാൽ പോലും 25 ലക്ഷത്തിന് കാണില്ല. ഒഴിഞ്ഞു പോകുന്നു. താൻ അടുത്ത വണ്ടിക്ക് സ്ഥലം വിട്ടോ. അങ്ങനെ ഓരോ കേസ് പോയിരിക്കുന്നു. 10 നയ പൈസ ഞാൻ തരത്തില്ല. താൻ എന്താണെന്നറിയോ, എന്റെ തന്തയെത്തുന്ന ഇവനാ. ഞാൻ കുറ്റവാളി ഒപ്പിക്കും.
നീ എന്തുണ്ടായിരുന്നു എനിക്കറിയില്ല. Thank you, Mr. Nixon. That's all, Your Honor. ഇതിൽ നിന്ന് ജെയിംസിന്റെ മരണം ഒരു കൊലപാതകമാണെന്നോ ഇനി കൊലപാതകമാണെങ്കിൽ തന്നെ അത് നടത്തിയത് എന്റെ കക്ഷിയാണെന്നും തെളിയില്ല. എന്റെ കക്ഷി മിസ്റ്റർ കുര്യൻ ജോസഫ് ഈ സംഭവത്തിൽ തികച്ചും നിരപരാധിയാണ്. That's all, Your Honor. വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. Yes. അല്ലേ? അതെ. ഈ നിമിഷം മരിച്ച ദിവസം എന്താണ് സംഭവിച്ചത്? സത്യം പറയണം, കോടതിയാണ്. മിസ്റ്റർ ജെയിംസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഐ ഒബ്ജക്റ്റ്, യുവർ ഓണർ. I have got ample proof and evidence, Your Honor. Let me come to a point. Yes, you can proceed. ജെയിംസിന്റെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി സത്യമല്ലേ? പറയാതെ പക്ഷേ ജെയിംസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ജെയിംസിന്റെ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴി സത്യമല്ല. പറയണം. അതെ, അന്ന് അങ്ങനെയാണ് ജെയിംസ് കൊല്ലപ്പെട്ടത്. That's all, Your Honor. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യപ്പെട്ട SC 225 ജെയിംസ് വധക്കേസിലെ ഇരുഭാഗങ്ങളിലെയും സാക്ഷ്യവിസ്താരങ്ങളും വാദങ്ങളും പൂർണ്ണമായി എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ദി ജഡ്ജ്മെന്റ് വിൽ ബി പ്രൊനൗൺസ്ഡ് ടുമോറോ അറ്റ് 11 AM. ഞാൻ രക്ഷയോ നോക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് നിമിഷങ്ങൾ മാത്രമേ അതും ഗ്രാമത്തിന്റെ അവതാരിക്കും. പാവത്തെ വിധിയേൽക്കാൻ ഒന്നും ഉണ്ടാവരുത്. ഒരാൾ അതാണ് എനിക്ക് മേളിലെത്തി പേഴ്സണൽ കാര്യമാണ്. ഞാൻ എഴുതുന്നുണ്ട്. ശരി. അവർ വേദനയിൽ എന്നെ അടിച്ചാശനാക്കി അവന്മാരെ രക്ഷപ്പെടുത്തി. അവന്മാരെ ആ സൂസമയെ പറ്റില്ല അപകടപ്പെടുത്താനുള്ള പ്രവണത.
അനുഭവിക്കാൻ ചെയ്യാൻ പറ്റാത്ത സ്വത്ത് നീ എന്നിട്ട് മോനും അനുഭവിച്ചോണ്ടിരിക്കും